എപ്പിസോഡ് തുടങ്ങുന്നതിന് പാസ്റ്റിലെ ഒരു സീൻ കാണിച്ചുകൊണ്ട് അവിടെയാണെങ്കിൽ നമ്മുടെ മേഡം ചു ഉണ്ടല്ലോ ഒരച്ഛനടുത്ത് വന്നിരുന്ന് കുമ്പസരിക്കുമായിരുന്നു. അവരാണെങ്കിൽ അവിടെ പറയും, ഞാനിപ്പോൾ വലിയൊരു പാപിയാണ്, ഞാൻ ഒരുപാട് പാപം ചെയ്തിട്ടുണ്ട്, ഞാനിന്ന് യഥാർത്ഥത്തിലുള്ള ഡെവിളിനെ കണ്ടു എന്ന്. ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ആരെ പറ്റിയല്ല, നമ്മളുടെ ഗുവോണിനെ പറ്റിയിട്ട് തന്നെയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗുവോണും അതേപോലെ തന്നെ ഡൂഹിയും പ്രസന്റ് ടൈമിൽ ഫൗണ്ടേഷനിൽ നിൽക്കുന്നയാ കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഡൂഹി പറയും, എന്തായിരുന്നാലും യൂനയുടെ ഡാൻസ് പെർഫോമൻസ് എനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു എന്ന്. എന്നിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഗുവോണിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ നിന്റെ ഹ്യൂമൻ ലൈഫിനെ പറ്റി എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, അതിനെപ്പറ്റി ഓർമ്മിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലവറിൻ്റെ കൂടെ മരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ട് തന്നെ ഞാൻ സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇതും പറഞ്ഞിട്ട് അവൻ നമ്മുടെ ഡൂഹിനെ നോക്കും. എന്നിട്ട് അവൻ മനസ്സിൽ വിചാരിക്കും, ഒരിക്കലും ഞാൻ നിനക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള അവസരം ഉണ്ടാക്കത്തില്ല എന്ന്. എന്നിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവിടെ ഡൂഹിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഈ മിന്നാമിന്നില്ലേ അതിനെയൊക്കെ വരുത്തിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവ നേരെ തന്നെ ആ തൊപ്പി വെച്ച ലേഡീനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവരുടെ അടുത്ത് വന്നിട്ട് സംസാരിക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ അവർ പറയും, എനിക്കറിയാം നീ ഇപ്പോൾ എൻ്റെ അടുത്ത് ഹെൽപ്പിന് വേണ്ടിയിട്ട് വന്നതല്ലേ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, ഞാൻ ഹെൽപ്പിന് വേണ്ടിയിട്ട് വന്നതൊന്നുമല്ല, ഞാൻ നിങ്ങളെ ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കും, ഞങ്ങളുടെ ലൈഫിൽ ആ ഒരു വിധിനെ വീണ്ടും കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന്. അപ്പോൾ ആ ലേഡി പറയും, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സങ്കടവും ദുഃഖവും ഒരേപോലെ വന്നാൽ മാത്രമേ അവരുടെ ലൈഫ് നന്നായി പോകത്തുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ബോറടിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ പറയും, എനിക്ക് അങ്ങനെയല്ല തോന്നുന്നത്, ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് സന്തോഷിച്ച് തീർക്കാൻ പോലും ഉള്ള സമയം കിട്ടാറില്ല, അത്രയ്ക്കും ചെറിയ ജീവിതമല്ലേ, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നേ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലായിട്ട് വരുന്നയാ. അവിടെ വന്നിട്ട് അവനാണെങ്കിൽ അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ ഡൂഹിയാണെങ്കിൽ കണ്ണു തുറക്കുന്നേ. ഗുവോൺ പറയും, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഹോംലി ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന്. അവളങ്ങനെ വേഗം വന്ന് നോക്കുമ്പോൾ അവിടെ ഫുഡൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ വന്നിട്ട് അവൻ്റെ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് അവിടെ ഫുഡൊക്കെ റെഡിയാക്കി വെക്കും. ഇത് കാണുന്നേ നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര സന്തോഷം. അവൾ ഓടി വന്ന് നമ്മുടെ ഗുവോണെ കെട്ടിപ്പിടിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടി റെഡിയായി ഓഫീസിലോട്ട് പോകുന്നതാണ്. ഇപ്പം ഇവർ രണ്ടെണ്ണം കാലി യാത്ര ചെയ്യുക. അവിടെ നമ്മുടെ ഡൂഹി പറയും, നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ചിട്ടുള്ള ഫസ്റ്റ് ക്രിസ്മസ് ആണ് നമ്മൾ ആഘോഷിക്കാൻ പോകുന്നതെന്ന്. അവൾ നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, നീ നല്ലതുപോലെ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന്. അങ്ങനെ പോകുന്ന വഴിയിൽ വെച്ചിട്ട് തന്നെ ഒരു ആക്സിഡൻറ്റ് കാണും. ഇത് കാണുന്നത് നമ്മുടെ ഡൂഹിക്ക് ഓർമ്മ വരുന്ന അവളുടെ പേരൻസിൻ്റെ കാര്യമാണ്. പെട്ടെന്ന് തന്നെ അവൾ നല്ലതുപോലെ അപ്സെറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ നേരെ വന്നിട്ട് നമ്മുടെ ആ ചാനെ വന്ന് മീറ്റ് ചെയ്യുന്നേ. അവൻ കാണുന്നേ പറയും, എന്നാലും നീ എന്നെ മീറ്റ് ചെയ്യാൻ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, അതെ എനിക്ക് നിൻ്റെ അടുത്ത് നിന്നൊരു ഹെൽപ്പ് വേണം, എനിക്ക് ഡൂഹിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ അവളുടെ പാസിലെ കാര്യങ്ങൾ ചോദിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ചാൻ അവനെല്ലാം പറഞ്ഞു കൊടുക്കും. അതായത് ഇവളുടെ പേരൻസ് പണ്ടേ മരിച്ചു പോയതാണ്, അവരുടെ പേരൻസിൻ്റെ കൂടെ കുറച്ച് ടൈമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ, എന്നാലും ഇവൾ നല്ല ഹാപ്പി ആയിരുന്നു. അവളുടെ പേരൻസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇവളുടെ ഒരു ആൻറ്റി അവളെ നോക്കിയത്, എന്നാൽ ഇവളുടെ പൈസയെല്ലാം തട്ടിയെടുത്തിട്ട് അവർ ഇവളെ അങ്ങ് പറഞ്ഞു വിട്ടു. അവസാനം ഇവളെ നോക്കിയതെല്ലാം മേഡം ചു ആയിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, അതുകൊണ്ടല്ലേ ഇന്നൊരു ആക്സിഡൻറ്റ് കണ്ടപ്പോൾ അവൾ നല്ലതുപോലെ ഡെസ്പ് ആയത്. അപ്പോൾ നമ്മുടെ ചാൻ പറയും, നീ എന്തായിരുന്നാലും അവളെ പൊന്നു പോലെ നോക്കണം എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ അവിടെ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ അവർ പറയുന്നത് തന്നെ നമ്മളുടെ മീറ്റിങ്ങിൽ പ്രോഡക്റ്റിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് നല്ലൊരു സ്പേസ് വേണം. ഏറ്റവും നല്ല സ്പേസ് എന്ന് പറയുന്നത് നമ്മളുടെ ഗുവോണിൻ്റെ ഫൗണ്ടേഷൻ തന്നെയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹി പറയും, അതെന്തായിരുന്നാലും ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ നേരെ അവളുടെ ഓഫീസിലോട്ട് വരും. അവിടെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ നമ്മുടെ ഡൂഹിയുടെ ആ ഫാമിലി ഫോട്ടോയിലെ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി വന്നിട്ട് ഗുവോണിൻ്റെ അടുത്ത് പറയും, അതായത് ഞങ്ങൾക്കാണെങ്കിൽ ഇതിൻ്റെ ഫൗണ്ടേഷന് വെച്ചിട്ട് ഒരു ഫോട്ടോഷൂട്ട് നടത്തണമെന്നുണ്ട്, നിനക്കത് ഓക്കെ ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും, പിന്നെന്താ, എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി പറയും, അങ്ങനെയല്ല, നിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നുള്ള രീതിയിലല്ല പെർമിഷൻ ചോദിച്ചത്, നീ അവിടുത്തെ മാനേജർ അല്ലേ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ പറയും, അത് തന്നെ ഞാനും പറഞ്ഞത്, നിനക്ക് എല്ലാ വിധത്തിലുള്ള പെർമിഷനും ഞാൻ തന്നേക്കുന്നു എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഈവനിങ് ടൈമാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഡൂഹി ഉണ്ടല്ലോ, അവളുടെ ഡെസ്കിലായിട്ട് കിടന്നിങ്ങനെ ഉറങ്ങുമായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ ഒരു മോശം പിടിക്കുന്ന ഒരു സ്വപ്നവും കാണുന്നുണ്ട്. അവൾ അതിൻ്റെ പേരിൽ നല്ലതുപോലെ കിടന്ന് കരയും. ഇതാണെങ്കിൽ നമ്മുടെ ഗുവോൺ കണ്ടുകൊണ്ട് വരും. അവനാണെങ്കിൽ ആ ഡ്രീം എന്തോന്ന് നോക്കുമ്പോൾ എന്തുവാ, നമ്മുടെ ഡൂഹിയാണെങ്കിൽ ചെറിയ പ്രായത്തിൽ അവൾ ഒരു കാട്ടിക്കൂടി ഇങ്ങനെ കിടന്ന് അലഞ്ഞ് നടക്കുവാണ്. കൂട്ടത്തിൽ തന്നെ അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അച്ഛനും അമ്മേനെ നഷ്ടപ്പെടുത്തി, എനിക്ക് ആരുമില്ല, എൻ്റെ ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഞാനിനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞിട്ട് കരയുക.
പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോൺ വിചാരിക്കും ഇവളുടെ ലൈഫിൽ ഞാനുണ്ടെന്ന് അവളെ പ്രൂവ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് അവൻ അങ്ങനെ ഡ്രീമിനകത്ത് പോയിട്ട് അവളെ കണ്ട് സംസാരിക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി പറയും എൻ്റെ അച്ഛനും അമ്മയും എന്നെ കളഞ്ഞിട്ട് പോയി, ഞാൻ കാരണമാണ് അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടായത്, ഞാനാണ് എല്ലാത്തിനും റീസൺ എന്നൊക്കെ നമ്മുടെ ഡൂഹി കടന്ന് കരയും. പെട്ടെന്ന് തന്നെ ഗുവോൺ പറയും അങ്ങനെയൊന്നുമില്ല, നിൻ്റെ പേരൻസ് നിൻ്റെ അടുത്ത് നിന്ന് തൽക്കാലത്തേക്ക് മാത്രമാണ് മാറി നിൽക്കുന്നത്, നിനക്ക് അവരെ ഉറപ്പായിട്ടും കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വരും. അവിടെ വരുമ്പോൾ എന്തുവാ നമ്മുടെ ഡൂഹിയുടെ വീട്ടിലായിട്ട് അവളുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ മേഡം ജൂ ഉണ്ട്. ഇവരെ കാണുന്നത് നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അവളാണെങ്കിൽ അവളുടെ പേരൻസിൻ്റെ കൂടെ നല്ലൊരു ക്വാളിറ്റി ടൈം തന്നെ സ്പെൻഡ് ചെയ്യും. അവിടെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടൊരു കേക്കൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരും. ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അവരെല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്യും. ഇങ്ങനൊരു സ്വപ്നം കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഡൂഹി ഇപ്പോൾ ഒരുവിധം ഓക്കെ ആയി ഇരിക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഗുവോൺ അവളുടെ തലയിൽ തടവിയിട്ട് പറയും എനിക്ക് നിൻ്റെ പേരൻസിനെയും അതേപോലെ തന്നെ മേഡം ജൂനെയും യഥാർത്ഥത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന്, പക്ഷേ എനിക്കതിന് സാധിക്കത്തില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് അവൻ അവിടെ നിന്ന് പോകും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡൂഹി രാവിലെ എഴുന്നേൽക്കുന്നതാണ്. എഴുന്നേൽക്കുമ്പോൾ അവിടെ എങ്ങും നമ്മുടെ ഗുവോണിനെ കാണത്തില്ല. വേഗം തന്നെ അവിടെ എഴുന്നേറ്റ് ഒന്ന് നോക്കുമ്പോൾ എന്തുവാ അവിടെയായിട്ട് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ക്രിസ്മസിന് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുവാണ്. അപ്പോൾ നമ്മുടെ ഡൂഹി വന്നിട്ട് ചോദിക്കും അല്ല നീ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് ഈ ലൈറ്റ് ഇടുന്നത്, നിനക്ക് നിൻ്റെ പവേഴ്സ് യൂസ് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും അങ്ങനെയല്ലല്ലോ, ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമല്ലേ, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എഫേർട്സ് ഇട്ടേ പറ്റത്തുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരും ക്രിസ്മസ് ട്രീ ഒക്കെ റെഡിയാക്കും. അവിടെ നമ്മുടെ ഡൂഹിയും ഗുവോണും കൂടി ഒരുമിച്ച് ബ്രഷ് ചെയ്യും, ഒരുമിച്ച് ഫുഡ് കഴിക്കും. അങ്ങനെ അവർ ഒരുപാട് ക്വാളിറ്റി ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. ഓഫീസിലോട്ട് വരുന്നത് നമ്മുടെ ഗുവോണും ഡൂഹിയും കൂടി ഒരുമിച്ച് കൈ പിടിച്ചിട്ടൊക്കെയാണ് വരുന്നത്. അവർ നല്ല ഹാപ്പി ആയിരുന്നു. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ആ ഷിന്നിനെയും അതേപോലെ തന്നെ മിസ്റ്റർ പാർക്കിനെയാണ്. ഇവർ രണ്ടുപേരും ഇപ്പോൾ ഒരുമിച്ച് കാറിൽ വന്നുകൊണ്ടിരിക്കുക. അവിടെ നമ്മുടെ ഷിന്നാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത്. അവർ പറയും എനിക്ക് എൻ്റെ ലവിനെ പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന്. എന്നിട്ട് കൂട്ടത്തിൽ തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കും ഞാനാണെങ്കിൽ നമ്മുടെ റിലേഷനെ പറ്റി എല്ലായിടത്തും പറയാത്തത് എൻ്റെ മുമ്പത്തെ റിലേഷൻ ഫെയിൽ ആയതുകൊണ്ടാണ്. ഇത് കേൾക്കുന്നതും പാർക്ക് പറയും അതിനിപ്പോൾ എന്താ, നിനക്ക് ഓൾറെഡി റിവോഴ്സ് കിട്ടിയതല്ലേ, അതുകൊണ്ട് എനിക്കതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ട് അവരെങ്ങനെ സംസാരിച്ച് നമ്മുടെ മിസ്റ്റർ പാർക്ക് ആ കാറിൽ നിന്ന് ഇറങ്ങും. സത്യം പറഞ്ഞാൽ അവനാണെങ്കിൽ ഷിന്നിന് കൊടുക്കാൻ വേണ്ടി ഫുഡ് പാക്ക് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അവനത് കൊടുക്കാൻ മറന്നു പോകും. അവനാണെങ്കിൽ നമ്മുടെ ഷിന്നിൻ്റെ കാറിൻ്റെ പുറകെ ഒന്നും ഓടും, എന്നാലും അത് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ അവനാണെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ ഫൗണ്ടേഷനിലോട്ട് വരുന്നതും അവിടെ നമ്മുടെ ഗുവോൺ ഇരിക്കുമായിരുന്നു. അവൻ ഈ ഫുഡ് കാണുന്നതും ചോദിക്കും എനിക്കും ഡൂഹിക്കും വേണ്ടിയിട്ട് നീ ഉണ്ടായിക്കൊണ്ട് വന്ന ഫുഡാണോ എന്ന്. അപ്പോൾ നമ്മുടെ ഈ പാർക്ക് പറയും അല്ല ഇതെൻ്റെ ഷിന്നിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ, ഞാനത് കൊടുക്കാൻ മറന്നു, നീയാണെങ്കിൽ ആ ഓഫീസിലോട്ട് പോവുകയാണെങ്കിൽ ഇതൊന്ന് കൊടുത്തേക്കോ എന്ന് നമ്മുടെ മിസ്റ്റർ പാർക്ക് ചോദിക്കും. എന്നാൽ നമ്മുടെ ഗുവോൺ പറയും ഇല്ല ഞാൻ നിൻ്റെ വേലക്കാരനൊന്നുമല്ല, എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന്. അപ്പോൾ നമ്മുടെ പാർക്ക് പറയും എന്നാൽ പിന്നെ ശരി ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ പെയിൻറ്റിങ് ഇല്ലേ അത് വന്ന് നോക്കുന്നതാണ്. അതിനകത്ത് ചെറിയ പൊടിയിരിക്കുന്നിട്ട് അവൻ അതൊക്കെ തുടയ്ക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനെ അവിടേക്ക് വരും. യൂനെ കാണുന്നത് നമ്മുടെ ഗുവോൺ ചോദിക്കും എന്താ നീ ആണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചതിൻ്റെ റീസൺ ഞാനാണോ എന്ന് ചോദിക്കും. ഇത് കേൾക്കുന്ന യൂനെ പറയും ഒരിക്കലും അല്ല, ഞാൻ ഈ ഫൗണ്ടേഷൻ വിട്ടിട്ട് പോകാനുള്ള റീസൺ ഞാൻ തന്നെയാണ്, എനിക്ക് എൻ്റെ ഒരു പീസ്ഫുൾ മൈൻഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകാമെന്ന് തീരുമാനിച്ചതെന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വാങ്ങിക്കാൻ വേണ്ടി ഒരു ഷോപ്പിൽ വന്ന് നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ അവൻ്റെ കൈക്കകത്താണെങ്കിൽ നല്ലതുപോലെ തീ വരാൻ തുടങ്ങും. അപ്പോൾ അവന് മനസ്സിലാവും അതായത് അവനാണെങ്കിൽ ആരെങ്കിലുമായിട്ട് ഡീലടിക്കേണ്ട സമയമായി എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ ആ മേഡം ജുൻ്റെ മോൻ്റെ അടുത്തുനിന്ന് കോൾ വരുന്നതാണ്. അവരാണെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തേക്കുക. അങ്ങനെ അവസാനം നമ്മുടെ ഡൂഹിയും ചെല്ലാമെന്ന് സമ്മതിക്കും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡീലടിക്കാൻ വേണ്ടിയിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ അടുത്ത് വരുന്നതാണ്. അങ്ങേരാണെങ്കിൽ പൈസ ഇല്ലാതെ നല്ലതുപോലെ നെട്ടോട്ട് ഓടുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഗുവോൺ പറയും ഞാൻ നിങ്ങൾക്ക് വേണ്ടത്ര ക്യാഷ് തരാം, പക്ഷേ നിങ്ങൾ 10 വർഷം കഴിയുമ്പോൾ മരിച്ചു പോകും എന്ന്. അങ്ങേര് പറയും ഓക്കെ 10 വർഷമൊക്കെ അധികമാണ്, ഞാൻ അതിന് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അങ്ങേര് അതിൽ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാവും. അതേസമയം തന്നെ നമ്മുടെ ആ ഗുണ്ടാളുണ്ടല്ലോ അവരെല്ലാവരും നമ്മുടെ ഗുവോണിനെ പിന്തുടർന്ന് അവൻ്റെ പുറകെ വന്നിട്ടുണ്ടായിരുന്നു. ഇവൻ്റെ കയ്യിൽ ഈ ഒരു എഗ്രിമെൻറ്റ് പെട്ടെന്ന് വരുന്നത് കാണുന്നേ ഇവന്മാരങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കായി പോകും. അങ്ങനെ ഇവന്മാർ നമ്മുടെ ഗുവോണിനെ പിടിച്ചെടുത്ത് സംസാരിക്കും. എന്നിട്ട് പറയും ഞങ്ങൾക്ക് അറിയായിരുന്നു ഞങ്ങളുടെ ബോസ് ഭയങ്കര സ്പെഷ്യലാണ് എന്ന്, എങ്കിലും ബോസ് ഒരു ഡീമനാണെന്ന് ഞങ്ങൾ ഒട്ടും അറിഞ്ഞില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ ഗുവോൺ പറയും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിങ്ങൾ ഇങ്ങനെ ഒട്ടി നിൽക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗുവോൺ അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. കൂട്ടത്തിൽ തന്നെ അവൻ അവിടുത്തെ ഫുഡും കുറച്ച് കയ്യിലെടുത്ത് വയ്ക്കും. എന്താണെന്ന് വെച്ചാൽ അവന് നല്ലതുപോലെ അത് ഇഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ഷിന്നിൻ്റെ അടുത്തായിട്ട് നമ്മുടെ പാർക്കില്ലേ ഫുഡും കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഷിന്നു ചോദിക്കും നിങ്ങൾ എന്തിനാ ഇവിടേക്ക് വന്നേന്ന്. അപ്പോൾ പാർക്ക് പറയും ഞാൻ നിനക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഫുഡാണ്, അത് ഞാൻ നിനക്ക് തരാൻ വിട്ടുപോയി, അത് തരാനാണ് വന്നത്. ഇത് കേൾക്കുന്നേയും നമ്മളുടെ ആ ഷിൻ
ഷിന്നാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ അഭിനയിക്കാൻ തുടങ്ങും. അപ്പോഴവിടുത്തെ 2-3 കൊളീഗ്സ് വരും. ഇവരെ കാണുന്ന ഇവർ രണ്ടെണ്ണവും നേരെ കീരിയും പാമ്പും ആവും. പെട്ടെന്ന് നമ്മുടെ ഷിന്നു പറയും എനിക്കിവനെ ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടും ബഹളം വയ്ക്കും. എന്നിട്ട് ഷിന്ന് അവിടെ നിന്ന് കയറിയങ്ങ് പോകും. അപ്പോൾ നമ്മുടെ പാർക്കും പറയും അതെ ഈ ഷിന്നിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പെട്ടെന്ന് ഇവൻ്റെ കയ്യിരിക്കുന്ന ഈ ഫുഡ് കണ്ടിട്ട് എംപ്ലോയീസ് ചോദിക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഫുഡ് കൊണ്ടുവന്നതാണോ എന്ന്. ഇത് കേൾക്കുന്നേ പാർക്കിന് അതാണെങ്കിൽ അല്ല എന്ന് പറയാനും പറ്റത്തില്ല. അവസാനം ആ ഫുഡ് അവൻ അവർക്ക് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹിക്ക് വേണ്ടിയിട്ട് ഫ്ലവേഴ്സും വാങ്ങിയിട്ട് വരുന്നതാണ്. അവിടെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഡൂഹി എടുത്ത് പറയും എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എല്ലാ ദിവസവും ഞാൻ നിൻ്റെ കൂടെ നല്ലൊരു ഡേ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. നമ്മുടെ ഡൂഹി അവനെ കിസ് ചെയ്തിട്ട് പറയും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, ഐ ലവ് യു എന്ന്. അങ്ങനെ അവർ നല്ലൊരു ടൈം തന്നെ സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ ഡൂഹി ആണെങ്കിൽ മറ്റേ ആ മേഡം ജൂൻ്റെ മോൻ വിളിച്ച ആ ഡിന്നറില്ലേ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും നീ പോകാൻ വേണ്ടിയിട്ട് വില്ലിങ് ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും ഞാൻ എത്ര നാളും അവനെ അവോയ്ഡ് ചെയ്യുന്നത്, എന്നെങ്കിലും അവനെ ഫേസ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇന്ന് ഉറപ്പായിട്ടും പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹി ആണെങ്കിൽ നല്ലതുപോലെ റെഡിയാവും. അതിനുശേഷം കാണിക്കുന്ന ആ മേഡം ജൂൻ്റെ മരുമോളെയാണ്. അവർക്കാണെങ്കിൽ ഇപ്പോൾ എന്തൊക്കെയോ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർ നല്ലതുപോലെ പേടിച്ചിട്ട് നമ്മൾ ഈ മേഡം ജൂൻ്റെ മോൻ്റെ ലോക്കർ വന്ന് ഓപ്പൺ ചെയ്ത് നോക്കും. അതിൻ്റെ അകത്തായിട്ട് നമ്മുടെ ഈ ഡീമൻ്റെ ബുക്കും ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ കുറേ ഫയൽസ് ഒക്കെ എടുത്ത് ബാഗിൽ വയ്ക്കും. തൊട്ടുപുറകിനെ തന്നെയായിട്ട് അവരുടെ ഹസ്ബൻഡ് വരും. എന്നിട്ട് അയാൾ ചോദിക്കും അല്ല നീ ഇവിടെ എന്തു എടുക്കുന്നത്, നിനക്ക് എൻ്റെ ലോക്കറിൻ്റെ പാസ്വേഡ് അങ്ങനെ അറിയാമെന്ന്. ഇവർ നല്ല പേടിച്ചു പോയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ആ ഡിന്നർ കണ്ടക്ട് ചെയ്യുന്നതാണ്. അവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ചാൻ, മേഡം ജൂൻ്റെ മോള് എല്ലാവരും ഉണ്ട്. നമ്മുടെ ഡൂഹിയും ഗുവോണും ഉണ്ട്. അപ്പോഴാണെങ്കിൽ ഈ മേഡം ജൂൻ്റെ മോൻ പറയും എനിക്ക് നല്ലതുപോലെ അറിയാം ഇപ്പോൾ ഈ ഒരു ഫാമിലിയുടെ ഹെഡ് എന്ന് പറയുന്ന ഞാനാണ്, അപ്പം ഞാനാണ് ഈ ഫാമിലിയെ നോക്കി നടത്തേണ്ടത് എന്ന്. അയാൾ പറഞ്ഞു വരുന്നത് എല്ലാവരോട് ചേർന്നിട്ട് അയാൾക്ക് ആ സ്വത്തുക്കളുടെ എല്ലാം ഷെയർ അയാൾക്ക് കൊടുക്കണമെന്നാ. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഡൂഹി ആണെങ്കിൽ അപ്പോഴും തന്നെ പറ്റത്തില്ല എന്ന് പറയും. അതേപോലെ തന്നെ ചാനും പറ്റത്തില്ല എന്ന് പറയും. ഇവിടെ എല്ലാവരും ആ ഒരു സംഭവത്തിനെ റിജക്റ്റ് ചെയ്യും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുന്നേ. അവിടെയാണെങ്കിൽ നമ്മളുടെ ഗുവോൺ ഈ പറഞ്ഞ മേഡം ജൂൻ്റെ മോനോട് ചോദിക്കും അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, നിങ്ങളുടെ മോനാണെങ്കിൽ ഇത്രയും കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നോ? എനിക്കെന്തോ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ നല്ല അവെയർ ഉണ്ടായിരുന്നു എന്നാണ് തോന്നിയത്. ഇത് കേൾക്കുന്ന അയാൾ പറയും ഞാൻ എൻ്റെ അമ്മേനെയും അതേപോലെ തന്നെ എൻ്റെ മോനെയും നഷ്ടപ്പെടുത്തിയിട്ടിരിക്കുക, എനിക്ക് ഇങ്ങനെ പറയാനുള്ള യാതൊരു അധികാരമില്ല, നീ ഇപ്പോൾ ലിമിറ്റ് ക്രോസ് ചെയ്യുവാണ്. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഗുവോൺ പറയും അല്ല എനിക്കിപ്പോൾ നിൻ്റെ പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് അങ്ങനെ തന്നെയാണ് തോന്നിയതെന്ന് പറഞ്ഞ് നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗുവോണും അവിടെ നിന്നങ്ങ് ഇറങ്ങും. നമ്മുടെ മേഡം ജൂൻ്റെ മോളില്ല അവളും പറയും എനിക്കും എൻ്റെ ഷെയർ വിൽക്കാൻ ഒരു താല്പര്യവും ഇല്ല എന്ന്. ഇത് കേൾക്കുന്നേ മേഡം ജൂൻ്റെ മോൻ പറയാൻ തുടങ്ങും ഇനി നിങ്ങളെ എൻ്റെ അടുത്ത് നിന്ന് യാതൊരു ദയയും പ്രതീക്ഷിക്കേണ്ട എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡൂഹിയും ഗുവോണും കൂടി കാറിൽ യാത്ര ചെയ്യുന്നതാണ്. അവിടെ നമ്മുടെ ഡൂഹി പറയും നിനക്കാണെങ്കിൽ അവനെ ഇടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു, പിന്നെ നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങ് കൂളായത് എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി പറയും എനിക്കിനി നിന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങളും കൂടി പഠിക്കാനുണ്ട്, ഈ ഡീമൻ എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നുള്ളതൊക്കെ എന്ന് പറഞ്ഞിട്ട് ഇവർ നല്ല ചിരിച്ച് കളിച്ച് വരും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോനുണ്ടല്ലോ അയാളുടെ പവേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഡൂഹിയുടെ കമ്പനിയും അതേപോലെ തന്നെ ചാനിൻ്റെ കമ്പനിയൊക്കെ റെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ഇതറിയുന്നേ വേഗം തന്നെ നമ്മുടെ ചാനാണെങ്കിൽ മേഡം ജൂൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് വരും. എന്നിട്ട് ചോദിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ അയാൾ പറയും നിങ്ങൾ എനിക്ക് ഷെയർ തന്നില്ലല്ലോ അതിനുള്ള പണിഷ്മെൻറ്റാ എന്ന് പറയും. ഇക്കാര്യം നമ്മുടെ ചാൻ വേഗം തന്നെ നമ്മുടെ ഡൂഹിനെയും വിളിച്ചറിയിക്കും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോൻ്റെ ഭാര്യയില്ലേ അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആക്കുന്നതാണ്. അവിടെയാണെങ്കിൽ കുറേ ബോഡി ഗാർഡ്സും ഉണ്ട്. അവർ പറയും ഇവർ വേറെ പുറത്തുള്ള ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പാടില്ല എന്ന്. അവർക്കിപ്പോൾ ഡിപ്രഷൻ പോലെ എന്തൊക്കെയോ അസുഖങ്ങളുണ്ട്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവൻ്റെ ഫൗണ്ടേഷൻ ഇരുന്ന് ആലോചിക്കുന്നതാണ്. അവൻ പറയും ഡൂഹി പറഞ്ഞായിരുന്നു എന്നെപ്പറ്റി അവൾക്ക് കൂടുതൽ അറിയണമെന്ന്, അതിന് വേണ്ടിയിട്ട് ആ ഡീമൻ്റെ ബുക്കായിരിക്കും അവളെ ഹെൽപ്പ് ചെയ്യുന്നത്, എനിക്ക് ആ ബുക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹി ആണെങ്കിൽ ഈ മേഡം ജൂൻ്റെ മോനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അവൾ ചോദിക്കും നീ ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്ന്. അപ്പോൾ അയാൾ പറയും എനിക്കാണെങ്കിൽ എൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ടാക്കിയെടുത്തേ വരത്തുള്ളൂ, എൻ്റെ അമ്മ ഞാൻ ജനിച്ച കാലം തൊട്ടേ പറഞ്ഞത് ഞാൻ അമ്മയ്ക്ക് ഒരു ശാപമാണെന്നാണ്, എനിക്കത് മാറ്റിയെടുക്കണം, ഞാനാണെങ്കിൽ കൂട്ടിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്ന ഒരു പക്ഷിയായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് ഒരു കാര്യം ഓർമ്മ വരും. അതായത് മറ്റേ ആ കില്ലറില്ലേ അയാളുടെ മൊബൈലിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് ഒരു പ്രത്യേകതരം ബേർഡിനെ പറ്റിയിട്ട്. ആ ബേർഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഫ്രീഡം കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തു വരാൻ ശ്രമിക്കുന്നതാണ്. പെട്ടെന്ന് നമ്മുടെ
ഡൂഹിക്ക് മനസ്സിലാവും, ഓഹോ അപ്പോൾ നീ തന്നെയാണ് മേഡം ജൂനെ കൊന്നത്. ഇത് കേൾക്കുന്നതും അയാൾ പറയും, അതെ അത് ഞാൻ തന്നെയാണ് ചെയ്തത്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര ദേഷ്യം വരും. അവൾ അവിടെ കിടന്ന് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ഈ മേഡം ജൂൻ്റെ മോൻ പറയും, നീ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നത്? ഞാൻ നിനക്കും കൂടി വേണ്ടിയിട്ടുള്ള റിവഞ്ചാണ് എടുത്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ പേരൻസിനെ കൊന്നത് വേറെ ആരുമല്ല, മേഡം ജൂ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വേഗം തന്നെ മേഡം ജൂൻ്റെ മോൻ പറയും, നിനക്ക് അതിനുള്ള പ്രൂഫ് വേണോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് എന്ത് വേണമെന്ന് മനസ്സിലാവത്തില്ല. ഇതിപ്പോൾ ആര് പറയുന്നത് വിശ്വസിക്കും? അതിനുശേഷം കാണിക്കുന്നത് നമ്മളുടെ ഗുവോൺ ആണെങ്കിൽ ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഈ മേഡം ജൂൻ്റെ മരുമോളില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് നമ്മുടെ ഗുവോൺ പറയും, നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. നിങ്ങൾക്ക് എന്നെ വേണമെങ്കിൽ സഹായിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും പറയാണ്ടിരിക്കാം. നിങ്ങൾ ടീമൻ പറയുന്ന ഒരു ബുക്ക് കണ്ടായിരുന്നോ? ഇത് കേൾക്കുന്നേ നമ്മുടെ മേഡം ജൂൻ്റെ മരുമോളൊന്നും പറയത്തില്ല. അപ്പോൾ ഗുവോൺ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ഈ നരകത്തിൽ നിന്ന് ഉറപ്പായിട്ടും പുറത്തു കൊണ്ടുവരുമെന്ന് പറയും. ഇതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്നങ്ങ് പോവും. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഡൂഹിയുടെ അടുത്താണ്. അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോൻ പറയും, നിനക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വോയിസ് ക്ലിപ്പ് കേട്ടു നോക്ക്. അവിടെ നമുക്ക് പാസ്റ്റിൽ ഒരു സീൻ കാണിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹിയുടെ പേരൻസ് ആണെങ്കിൽ മേഡം ജൂൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നതാണ്. അവർ പറയും, നിങ്ങൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നു? നിങ്ങളാണെങ്കിൽ ഇപ്പോൾ എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറി നടത്തിയിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ ഉറപ്പായിട്ടും പുറം ലോകത്തിനെ അറിയിക്കുന്ന നമ്മളുടെ ഡൂഹിയുടെ അച്ഛൻ പറയും. ഇത് കേൾക്കുന്നേ മേഡം ജൂ പറയും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയ കമ്പനിയാണ്, അപ്പോൾ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ചെയ്തുകൂടെ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിയുടെ അച്ഛൻ പറയും, നിങ്ങൾ മാത്രം വളർത്തിക്കൊണ്ടുവന്ന കമ്പനിയല്ല ഇത്, അതിനകത്ത് എൻ്റെ എഫേർട്ടും ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടെ നിന്ന് ദേഷിച്ചങ്ങ് പോകാനായിട്ട് ഒരുങ്ങും. അതായത് നമ്മുടെ ഡൂഹിയുടെ പേരൻസ്. തൊട്ടുപുറകെ തന്നെ നമ്മുടെ മേഡം ജൂ ഇറങ്ങിപ്പോവും. അതെല്ലാം നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോൻ അവിടെ സൈഡിൽ നിന്നിട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മളുടെ ഈ ഡൂഹിനെ അവൻ കേൾപ്പിക്കുന്നത്. എന്നിട്ട് പറയും, കേട്ടില്ലേ, നിനക്കിത് കേട്ടപ്പോൾ മനസ്സിലായോ? ഇതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് അറിയാവോ? നിന്റെ പേരൻസ് വണ്ടി ബ്ലാസ്റ്റായി മരിച്ചുപോയി. എൻ്റെ അമ്മ നിന്റെ പേരൻസിനെ ഫോളോ ചെയ്ത് പുറകെ തന്നെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ അമ്മ തന്നെയാണ് നിന്റെ പേരൻസിനെ കൊന്നത്. അവരാണെങ്കിൽ ഉള്ള പാപം എല്ലാം ചെയ്തിട്ടുണ്ട്. അവരവരുടെ പാപം എല്ലാം മായിച്ച് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് നിന്നെ തന്നെ ദത്തെടുത്ത് വളർത്തിയത് എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നത് നമ്മുടെ ഡൂഹി നല്ലതുപോലെ തകർന്നു പോയായിരുന്നു. അവളാണെങ്കിൽ അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും. ഇത് കേൾക്കുന്നേ നമ്മളുടെ ഈ പറഞ്ഞ മേഡം ജൂൻ്റെ മോൻ പറയും, നീ വിചാരിക്കുന്നത് പോലെ എൻ്റെ അമ്മ അത്ര പരിശുദ്ധയൊന്നും അല്ലായിരുന്നു, അത് നീ മനസ്സിലാക്കിയാൽ മതി. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹിക്ക് വിശ്വസിക്കാൻ പറ്റാതെ അവളാണെങ്കിൽ നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങും. അവൻ വെറുതെ ഇരിക്കുമെന്നാണോ? അവനും തിരിച്ച് നമ്മുടെ ഡൂഹിയുടെ കൊങ്ങി കയറി പിടിക്കും. എന്നിട്ട് അവളെ നല്ലതുപോലെ ടൈറ്റ് ചെയ്ത് അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. അതേ സമയത്ത് തന്നെ നമ്മളുടെ ആ ഹോസ്പിറ്റലിൽ കാണിക്കും. അവിടെയാണെങ്കിൽ മേഡം ജൂൻ്റെ മരുമോള് പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഗുവോൻ്റെ അടുത്ത് പറയും, അതായത് മേഡം ജൂൻ്റെ മോൻ തന്നെയാണ് മേഡം ജൂനെയും അതേപോലെ തന്നെ എൻ്റെ മോനെയും കൊന്നു കളഞ്ഞത് എന്ന്. അവനിപ്പോൾ അടുത്ത പ്ലാൻ ചെയ്യുന്നത് ഡൂഹിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ഭയങ്കര ഷോക്കായിപ്പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡൂഹിനെയാണ്. അവൾക്കാണെങ്കിൽ ഇപ്പോൾ ശ്വാസം കിട്ടാതെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കിടന്ന് വെപ്രാളം കാണിക്കുമായിരുന്നു. അതേ സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മുടെ ഗുവോൺ അവിടേക്ക് വരും. എന്നിട്ട് നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോനില്ലേ അവനിട്ട് നല്ലൊരു ചവിട്ടും വെച്ചു കൊടുക്കും. എന്നിട്ട് അവർ തമ്മിൽ നല്ല ഫൈറ്റ് നടക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഈ മേഡം ജൂൻ്റെ മോൻ്റെ ബോഡി ഗാർഡ്സ് ഉണ്ടല്ലോ അവരവിടേക്ക് വരാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മളുടെ ഗുവോൺ ആണെങ്കിൽ ഇവനെയും കൊണ്ട് വേഗം തന്നെ അവിടെ നിന്ന് അപ്രതീക്ഷിതമാവും. ഇപ്പം നമ്മുടെ ഗുവോൺ ആണെങ്കിൽ മേഡം ജൂൻ്റെ മോനും അതേപോലെ തന്നെ ഡൂഹിയായിട്ട് നിൽക്കുന്ന ആ ക്ലോക്ക് ടവറില്ലേ അതിൻ്റെ മണ്ടയിലായിട്ടാണ്. അവിടെ മേഡം ജൂൻ്റെ മോനെ തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടിയിട്ട് നോക്കും. പെട്ടെന്ന് അവൻ പറയും, നിനക്ക് എന്നെ ഒരിക്കലും കൊല്ലാൻ പറ്റത്തില്ല, നീ എന്നെ അഥവാ കൊന്നു കഴിഞ്ഞാൽ നീ തന്നെ അങ്ങ് നശിച്ചു പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ പറയും, അതിന് നിന്നെ ഞാൻ കൊല്ലുന്നു എന്ന് ആരടുത്താ പറഞ്ഞേ? ഞാൻ നിന്നെ ടോർച്ചർ ചെയ്യേണ്ട, മാക്സിമം ടോർച്ചർ ചെയ്യുമെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നു. അവളാണെങ്കിൽ പറയും, നമുക്ക് അവനെ ഒന്നും ചെയ്യേണ്ട, പോലീസിനെ ഏൽപ്പിക്കാം എന്ന്. ഉടനെ നമ്മുടെ മേഡം ജൂൻ്റെ മോൻ ചോദിക്കും, അതിനെ പോലീസിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ ഞാനാണ് കുറ്റം ചെയ്തത് എന്ന്. ഉടനെ നമ്മുടെ ഗുവോൺ പറയും, നിങ്ങളുടെ വൈഫുണ്ട്, അവരിപ്പോൾ പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കോ എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ മേഡം ജൂൻ്റെ മോൻ ഭയങ്കരമായിട്ട് ടെൻഷനാവും. അയാൾ വേഗം തന്നെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് പറയും, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞേരെ, ഇനി എനിക്ക് ജീവിക്കണ്ട എന്ന്. എന്നാൽ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവനെ വിടാൻ റെഡി ആയിരുന്നില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ മേഡം ജൂൻ്റെ മോനാണെങ്കിൽ ഗുവോണിൻ്റെ കൈക്കകത്ത് നല്ലതുപോലെ അറ്റാക്ക് ചെയ്തിട്ട് അവനാണെങ്കിൽ ആ ടൈ അങ്ങ് വിടിയിപ്പിക്കും. അങ്ങനെ നമ്മുടെ മേഡം ജൂൻ്റെ മോൻ അത്രയും വലിയ ബിൽഡിങ്ങിൻ്റെ മണ്ടിൽ നിന്ന് താഴേക്ക് വീഴും. ഇത് കാണുന്നേ നമ്മുടെ ഡൂഹി നല്ലതുപോലെ പേടിച്ചു പോയായിരുന്നു. പിന്നീട് കാണിക്കുന്ന ടി വിക്കകത്തൊക്കെ നല്ലതുപോലെ ന്യൂസ് ഫ്ലാഷ് ആവുന്നതാണ്. അതായത് ഈ പറഞ്ഞ മിറേ ഗ്രൂപ്പിൻ്റെ CEO എന്ന് പറയുന്ന ആൾ തന്നെയാണ് അവിടുത്തെ മുൻ ചെയർമാനായിട്ടുള്ള നമ്മുടെ മേഡം ജൂനെ കൊന്നതെന്നും അതിൻ്റെ പേരിൽ അയാൾ ഇത് അറിഞ്ഞതും സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നെടുത്ത് ചാടിയെന്നും ഒക്കെ. എന്നാൽ അയാളുടെ ബോഡി മാത്രം ഇതുവരെയും കിട്ടിയിട്ടില്ല. നമ്മുടെ ഡൂഹിയും ഗുവോണും ഒക്കെ ഈ ന്യൂസ് ഇരുന്ന് കാണും. അവിടെ നമ്മുടെ ഡൂഹി പറയും, ഞാൻ കാരണമാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന്. ഉടനെ നമ്മുടെ ഗുവോൺ പറയും,
നീ കാരണമൊന്നുമല്ല, സത്യത്തിൽ എൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ഞാനിവിടെ കുറച്ച് നേരത്തെ എത്തേണ്ടതായിരുന്നു. അപ്പം നമ്മുടെ ഡൂഹി ചോദിക്കും, എങ്കിലും ഈ മേഡം ജൂൻ്റെ മോൻ ഇപ്പോൾ എവിടെയായിരിക്കും, അവൻ മരിച്ചു കാണുമോ? ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ പറയും, അവൻ മരിക്കാൻ തന്നെയാണ് ചാൻസ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവൻ്റെ ബോഡി എല്ലായിടത്തും തിരഞ്ഞു നോക്കി, അവൻ്റെ ബോഡിയുടെ പൊടി പോലും കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ചാൻ വരും. അവൻ വന്നിട്ട് പറയും, എന്നാലും ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഈ മേഡം ജൂൻ്റെ മോൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. സ്വന്തം മോനെയും അമ്മേനെയും അവനൊരു ദാക്ഷിണ്യം ഇല്ലാതെ കൊന്നു കളഞ്ഞില്ലേ? ഇത് കേൾക്കുന്നേ ഗുവോൺ പറയും, അതാണ് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്നൊക്കെ പറയും. അവരെങ്ങനെ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമ്മുടെ ഡൂഹി പറയാൻ തുടങ്ങും, ഈ മേഡം ജൂൻ്റെ മോനാണെങ്കിൽ എൻ്റെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്ന സമയത്ത് ഒരു കാര്യം എന്നോട് റിവീൽ ചെയ്തായിരുന്നു. അതായത് മേഡം ജൂ തന്നെയാണ് എൻ്റെ പേരൻസിനെ കൊന്നത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ചാൻ പറയും, അത് നിന്നെ വെറുതെ ഒന്ന് ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പറഞ്ഞതായിരിക്കും. ഒരിക്കലും മേഡം ജൂ നിൻ്റെ അച്ഛനെയും അമ്മേനെയും കൊല്ലത്തൊന്നും ഇല്ലയെന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി പറയും, എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷേ അവനാണെങ്കിൽ എനിക്ക് പ്രൂഫ് കാണിച്ചു തന്നു. അതായത് മേഡം ജൂൻ്റെ അടുത്ത് എൻ്റെ പേരൻസ് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് എനിക്കത് കേട്ടത് പിന്നെ ഒരു സമാധാനം ഇല്ല എന്ന് അവൾ പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഈ ചാനും അതേപോലെ തന്നെ ഗുവോണും കൂടി അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. അവിടെ നമ്മുടെ ഗുവോൺ ചെയ്യും, നിനക്ക് എന്തോ തോന്നുന്നത് മേഡം ജൂ തന്നെയായിരിക്കും ഡൂഹിയുടെ പേരൻസിനെ കൊന്നേ? ഇത് കേൾക്കുന്ന ചാൻ പറയും, അങ്ങനെ യാതൊരു ചാൻസും ഇല്ല. അഥവാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡൂഹിക്ക് അത് സഹിക്കാൻ പറ്റത്തില്ല എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡൂഹിനെയാണ്. അവളാണെങ്കിൽ അവളുടെ കട്ടിലായിട്ട് കിടക്കുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ഗുവോൺ അവളുടെ അടുത്ത് വന്നിട്ട് ഡൂഹി എന്ന് പേര് വിളിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി വിളി കേൾക്കും. എന്നിട്ട് അവൾ നമ്മുടെ ഗുവോൻ്റെ പേര് വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയും, ഞാനിപ്പോൾ നിൻ്റെ പേര് വിളിക്കുന്നത് നീ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടോയെന്ന് ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ന്. സത്യം പറഞ്ഞാൽ അവളിപ്പോൾ ഭയങ്കര വിഷമത്തിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗുവോണാണെങ്കിൽ ആ മേഡം ജൂൻ്റെ മരുമോളില്ലേ, അവർ വന്നിട്ട് നമ്മുടെ ആ ഡീമൻ എന്ന് പറയുന്ന ബുക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ്. അവിടെ നമ്മുടെ ഗുവോൺ അവരുടെ അടുത്ത് ചോദിക്കും, അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ മേഡം ജൂൻ്റെ മോനാണെങ്കിൽ മരിക്കുന്നതിന് മുന്നേ പറഞ്ഞായിരുന്നു ഡൂഹിയുടെ പേരൻസിനെ കൊന്നത് മേഡം ജൂ ആണ് എന്ന്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? ഇത് കേൾക്കുന്ന ആ ലേഡി പറയും, എനിക്കിതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഈ മേഡം ജൂൻ്റെ മോൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു റീസൺ കാണും. അവൻ വെറുതെ ഒരു കാര്യവും പറയത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണൊന്ന് ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഡൂഹീനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ ഈ ലാപ്ടോപ്പിനകത്തൊക്കെ ഇരുന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമായിരുന്നു. അവിടെയാണെങ്കിൽ നമ്മുടെ മേഡം ജൂവിൻ്റെ മോനെ പറ്റിയിട്ടുള്ള ന്യൂസാണ് എല്ലായിടത്തും. അവളങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കും. അവിടെയായിട്ട് കാണും മേഡം ജൂ ആണെങ്കിൽ മുട്ടുകുത്തിയിരിക്കുന്നത്. ഇത് കാണുന്നേം അവൾക്ക് ചെറിയൊരു ഡൗട്ട് അടിക്കും. അവൾ വേഗം തന്നെ നമ്മുടെ ഷിന്നിനെ വിളിച്ചിട്ട് ചോദിക്കും, അല്ല ഞാനാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എത്ര നാളായിട്ട് മേഡം ജൂൻ്റെ കൂടെ വർക്ക് ചെയ്യുക? അപ്പോൾ ഷിന്നു പറയും, ഒരു 10-15 വർഷമായി എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി ഇങ്ങനെ ചോദിക്കും, മേഡം ജൂ എപ്പോഴാണ് ഫസ്റ്റിലെ ഈ പറഞ്ഞ വടി യൂസ് ചെയ്ത് നടക്കാൻ തുടങ്ങിയത് എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, അതാണെങ്കിൽ നിൻ്റെ പേരൻസ് മരിച്ച അടുത്ത ഒരു ദിവസം തൊട്ടാണ് അവർ ഈ പറഞ്ഞ വടി യൂസ് ചെയ്ത് നടക്കാൻ തുടങ്ങിയത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഡൂഹി ഭയങ്കര ഷോക്കായി പോവും. പിന്നീട് കാണിക്കുന്ന നമ്മളുടെ ഗുവോൺ ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വരുന്നതാണ്. ഇവനെ കാണുന്നത് നമ്മുടെ ഡൂഹി ചോദിക്കും, ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമോ എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോണാണെങ്കിൽ മേഡം ജൂൻ്റെ ആ ഒരു സ്ഥലമില്ലേ അവർ വർക്ക് ചെയ്തിരുന്നത്, അവിടെയായിട്ട് അവളെ കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ ഡൂഹി പറയും, എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല പേടിയുണ്ട്, അഥവാ മേഡം ജൂ ആണ് എൻ്റെ പേരൻസിനെ കൊന്നത് എങ്കിൽ ഞാൻ ഇനി എന്ത് ചെയ്യും? ഉടനെ തന്നെ നമ്മുടെ ഗുവോൺ പറയും, ഒരിക്കലും മേഡം ജൂ നിൻ്റെ പേരൻസിനെ കൊല്ലാനുള്ള ഒരു ചാൻസും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മരിക്കുന്നതിന് മുന്നേ ആയിട്ട് നിനക്ക് മെസ്സേജ് അയച്ചത് എന്താ? നിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നല്ലേ? മനുഷ്യന്മാർ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് സത്യം മാത്രമേ പറയൂ, അവരൊരിക്കലും കള്ളം പറയത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുന്നത് നമ്മുടെ ഡൂഹിക്ക് ഭയങ്കര സന്തോഷമാവും. അങ്ങനെ അവൾ അവിടെ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് അവിടെയായിട്ടൊരു ബൈബിൾ ഇരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഡൂഹി ഗുവോൻ്റെ അടുത്ത് പറയും, എനിക്കൊരു കാര്യം അറിയാം, അതായത് മേഡം ജൂ എപ്പോഴും ഒരാളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമായിരുന്നു. അതൊരു ചർച്ചിലെ അച്ഛനാണ്. അദ്ദേഹത്തെ പോയി കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് എല്ലാം അദ്ദേഹം തരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹിയും അതേപോലെ തന്നെ ഗുവോണും കൂടി ആ ചർച്ചിലെ ആ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരും. നമ്മുടെ ഡൂഹിനെ കാണുന്ന ആ അച്ഛന് ഭയങ്കര സന്തോഷമാവും. എന്നാൽ നമ്മുടെ ഗുവോണെ കണ്ട നിമിഷത്തിൽ തന്നെ അയാൾക്ക് മനസ്സിലാവും, അതായത് ഇവ സാധാരണക്കാരനല്ല എന്ന്. അപ്പോൾ അയാൾ പറയും, ഡൂഹി എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷേ നീ ഒറ്റയ്ക്ക് വേണം, നിൻ്റെ കൂടെ വേറെ ആരും പാടില്ല എന്ന്. അങ്ങനെ നമ്മുടെ ഡൂഹി ഗുവോണെ പറഞ്ഞുവിടും. ഈ അച്ഛൻ അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങും. അതായത് നമ്മുടെ മേഡം ജൂ എല്ലാ തവണ ഇവിടെ വരുമായിരുന്നു, അവരുടെ അടുത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുമ്പസരിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ നമുക്ക് സ്റ്റോറി കാണിക്കും. സത്യം പറഞ്ഞാൽ നമ്മുടെ മേഡം ജൂ അതേപോലെ തന്നെ ഡൂഹിയുടെ പേരൻസും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ആയിരുന്നു. അതും ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പേരിലാണ്. ഇയാളാണെങ്കിൽ നമ്മുടെ മേഡം ജൂവിൻ്റെ അടുത്ത് പറയും, ഞാൻ നിങ്ങളുടെ കൊള്ളരുതായ്മയും
അതേപോലെ തന്നെ നിങ്ങളിങ്ങനെ ഓരോരോ അഴിമതി കാണിക്കുന്നതൊക്കെ എല്ലാവരെയും മുമ്പിൽ കൊണ്ടുവരുമെന്ന്. അപ്പോൾ അവർ പറയും നിനക്ക് ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ കമ്പനീനെ വളർത്തി കൊണ്ടുവന്നേന്ന്. അപ്പോൾ അയാൾ പറയും ഈ കമ്പനി നിങ്ങളുടേത് മാത്രമല്ല, അതിനകത്ത് എൻ്റെ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡൂഹിയുടെ പേരൻസ് ദീക്ഷിച്ച് അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോവും. അങ്ങനെ ഇവർ കാർ എടുത്തുകൊണ്ട് പോകുന്നതും തൊട്ട് പുറകെ തന്നെ നമ്മുടെ മേഡം ചൂ ഇവരെ ഫോളോ ചെയ്ത് കാറും എടുത്തുകൊണ്ട് വരും. അങ്ങനെ ഇവർ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കും. എന്നാൽ ഒരു പോയിന്റ് എത്തുന്നത് നമ്മുടെ ഡൂഹിയുടെ പേരൻസിൻ്റെ കാറില്ലേ താളം തെറ്റി ഒരുമാതിരി കറങ്ങി ഇടിച്ച് വന്ന് ആക്സിഡൻ്റ് ആയെങ്കിൽ വീഴും. യഥാർത്ഥത്തിൽ ഇവിടെ നമ്മുടെ മേഡം ചൂ വണ്ടി ഇടിച്ചിട്ടൊന്നും അല്ല അവർക്ക് ആക്സിഡൻ്റ് ആവുന്നത്. ആ ആക്സിഡൻറ്റിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഡൂഹിയുടെ അമ്മ അങ്ങ് മരിച്ചു. എന്നാൽ ഡൂഹിയുടെ അച്ഛന് ജീവനുണ്ടായിരുന്നു. അങ്ങനെ അയാളാണെങ്കിൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ അവിടേക്ക് എത്തുന്നത് നമ്മളുടെ ഗുവോണാണ്. അവനെ കാണുന്നേ നമ്മുടെ ഡൂഹിയുടെ അച്ഛൻ വീണ്ടും ഹെൽപ്പ് ചോദിക്കും, ഡീമൻ എന്നെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യുമോ എന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ പറയും എനിക്കിനി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല, കാര്യം ഓൾറെഡി ഞാൻ 10 വർഷം മുന്നേ നിങ്ങളെ ഹെൽപ്പ് ചെയ്തതല്ലേ, അതേപോലെ തന്നെ നിങ്ങളുടെ സമയവും ഇവിടെ അവസാനിക്കുകയാണ്, നിങ്ങൾ ഹെല്ലി പോകേണ്ട ടൈമായെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ അവൻ്റെ എഗ്രിമെൻ്റ് എടുത്ത് അതവിടെ അങ്ങ് കത്തിച്ചങ്ങ് കളയും. അങ്ങനെയാണ് നമ്മുടെ ഡൂഹിയുടെ അച്ഛൻ മരിക്കുന്നത്. ഇതെല്ലാം അവിടെ മാറി നിന്ന് നമ്മുടെ മേഡം ചു കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അവരാണെങ്കിൽ ഇത് കാണുന്നതിന് ഭയങ്കര ഷോക്കായി പോവും. അവർക്ക് മനസ്സിലാവും ഇവ സാധാരണക്കാരനല്ല ഡീമനാണ് എന്ന്. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ഈ മേഡം ജുവിനെ കാണുന്നേ ചോദിക്കും എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷുണ്ടോ, ഞാനത് പൂർത്തിയാക്കി തരണോ എന്ന്. അപ്പോൾ അവർ പറയും എനിക്ക് യാതൊരു വിഷുവും ഇല്ല. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ കാറില്ലേ അതങ്ങ് പൊട്ടിത്തെറിക്കും. ആ സമയത്ത് നമ്മുടെ മേഡം ജു തെറിച്ച് വന്ന് താഴേക്ക് വന്ന് വീഴും. അങ്ങനെ അവരുടെ കാലിന് പരിക്ക് പറ്റുന്നത്. ഈ സത്യമൊക്കെ അറിയുന്നേ നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ടും തകർന്നു പോയായിരുന്നു. അങ്ങനെ അവൾ പുറത്തോട്ട് ഇറങ്ങി വരും. നമ്മുടെ ഗുവോൺ ചോദിക്കും നീ എല്ലാം സംസാരിച്ച് തീർത്തോ എന്ന്. അപ്പോൾ നമ്മുടെ ഡൂഹി അതേ എന്ന് പറയും. അങ്ങനെ ഇവർ രണ്ടുപേരും വീട്ടിലായിട്ട് വരും. നമ്മുടെ ഡൂഹി ആണെങ്കിൽ പറയും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ വാഷ്റൂമിൻ്റെ അകത്തോട്ട് കയറും. സത്യം പറഞ്ഞാൽ നമ്മുടെ ഡൂഹി ഭയങ്കരമായിട്ട് തകർന്നു പോയില്ലേ, അവളവിടെ ഭയങ്കരമായിട്ടും കിടന്ന് കരയും. നമ്മുടെ ഗുവോണും ഇതൊക്കെ കേൾക്കും. അവൻ ആദ്യമേ തൊട്ടേ അറിയായിരുന്നു ഇവിടെ എന്തോ ഒന്ന് മോശമായിട്ട് സംഭവിക്കാൻ പോവുക എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഡൂഹി ആണെങ്കിൽ ആരും അറിയാണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവൾ നമ്മുടെ മേഡം ജൂൻ്റെ ആ കല്ലറയില്ലേ അവിടെയായിട്ട് പോകുന്നതാണ്. അതേസമയം തന്നെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരും. അയാൾ നമ്മുടെ ഗുവോണിനെ കാണുന്നേം പറയും എനിക്ക് ആദ്യമേ അറിയായിരുന്നു നീ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്ന്. അപ്പോൾ നമ്മുടെ ഗുവോൺ ചോദിക്കും നിങ്ങൾക്ക് എന്നെ അറിയാവോ. അപ്പോൾ ആ അച്ഛൻ പറയും പിന്നെ ഇല്ലേ നീ ഒരു ഡീമനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, മേഡം ജു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ഭയങ്കര ഷോക്കായി പോകും. അപ്പോൾ അയാൾ പറയും നീ തന്നെയാണ് ഡൂഹിയുടെ പേരൻസിനെ കൊന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ പണ്ടത്തെ കാര്യങ്ങളിൽ നിന്ന് ആലോചിക്കും. അപ്പോൾ അവന് ഓർമ്മ വരും, അതായത് ഡൂഹിയുടെ അച്ഛനുമായിട്ട് അവൻ ഡീൽ ചെയ്തേക്കെ കാര്യം. പെട്ടെന്ന് തന്നെ അയാൾ പറയും നീ ഡൂഹിയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണം, അവളുടെ കൂടെ നീ ഉണ്ടാവുന്നത് അവളുടെ ലൈഫിന് തന്നെ ആപത്താണ്, അവൾ ഒരിക്കലും സന്തോഷമായിട്ടിരിക്കത്തില്ല എന്ന്. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ ഭയങ്കര തകർന്നു പോയായിരുന്നു. അവൻ അങ്ങനെ എൻ്റെ പവേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഡൂഹി എവിടെയാണോ ഇപ്പോൾ ഉള്ളത് അവിടേക്ക് വരും. അവളിപ്പോൾ നിൽക്കുന്നത് വേറെ എവിടെയല്ല നമ്മുടെ മേഡം ജൂൻ്റെ കല്ലറയില്ലേ അതിൻ്റെ അടുത്ത് തന്നെയാണ്. അവൾ അവിടെ നിന്നിട്ട് പറയും ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഗുവോൺ തന്നെയായിരിക്കും എൻ്റെ അച്ഛനുമായിട്ട് ഡീൽ ചെയ്തത് എന്ന്. സത്യത്തിൽ മേഡം ജു ഇക്കാര്യം നേരത്തെ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഗുവോണുമായിട്ട് ഇഷ്ടത്തിലാവത്തില്ലായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോൺ പെട്ടെന്ന് തന്നെ വിഷമിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോവും. അവന് തന്നെ അറിയത്തില്ല ഇപ്പോൾ ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് എന്ന്. എന്നാൽ അവൻ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡൂഹി അവിടെ പറയും സത്യത്തിൽ ഗുവോൺ എന്തിനാണ് എൻ്റെ അച്ഛനുമായിട്ട് ഒരു ഡീൽ അടിച്ചത് എന്ന് എനിക്കറിയത്തില്ലല്ലോ, ഒരു പക്ഷേ എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ നോക്കിയത് എങ്കിലോ, അതുകൊണ്ട് എനിക്കത് അറിയത്തില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ഡൂഹി ഇന്ന് സംസാരിക്കും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ ക്ലോക്ക് ടവറില്ലേ അതിൻ്റെ മുകളിലായിട്ട് വന്ന് നിൽക്കുന്നേ അവനിപ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടേക്ക് നമ്മളുടെ ആ തൊപ്പി വെച്ച ലേഡി വരും. ഇവരെ കാണുന്നേ നമ്മുടെ ഗുവോൺ ചോദിക്കും നിങ്ങൾക്ക് ഇതൊക്കെ ആദ്യമേ തന്നെ അറിയായിരുന്നു അല്ലേ. അപ്പോൾ അവർ പറയും എനിക്കറിയായിരുന്നു, ഞാൻ നീയായിട്ട് തന്നെ കണ്ടുപിടിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് നിന്നോട് ഇക്കാര്യമൊന്നും പറയാഞ്ഞത്. നിനക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായോ, എല്ലാ കാര്യവും ഞാൻ പ്ലാൻ ചെയ്ത് ഞാനായിട്ട് നടത്തുന്നതൊന്നുമല്ല, ഇതെല്ലാം മനുഷ്യർ തന്നെയാണ് ആക്കി വെച്ചേക്കുന്നത്, മനുഷ്യർ തന്നെയാണ് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാര് എന്നൊക്കെ നമ്മളുടെ ആ തൊപ്പി വെച്ച ലേഡി പറയും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ഡൂഹീനെയാണ്. അവളാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആ ഫൗണ്ടേഷനില്ലേ അവിടെയായിട്ട് വന്നേക്കുമായിരുന്നു. എന്നിട്ട് അവൾ നമ്മുടെ മിസ്റ്റർ പാർക്കിൻ്റെ അടുത്ത് സംസാരിക്കും. എന്നിട്ട് ചോദിക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, എനിക്ക് നിങ്ങൾ അതിൻ്റെ ആൻസേഴ്സ് എല്ലാം തരണോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ മിസ്റ്റർ പാർക്ക് പറയും ഞാനിപ്പോൾ കുറച്ച് തിരക്കാണ്, നിങ്ങൾ എന്തായിരുന്നാലും നമ്മുടെ ആ ഗുവോണിൻ്റെ ഓഫീസിലെ അവിടെയായിട്ട് വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഡൂഹി ഗുവോണിൻ്റെ ഓഫീസിലായിട്ട് വരും. അവിടെ അവൾ വന്നിട്ട് അവിടെയുള്ള ആ വാച്ചസ് ഇല്ലേ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ഒരു ലേഡി ആണെങ്കിൽ കയ്യിൽ കുറേ പൈസയുമായിട്ട് നമ്മുടെ ഗുവോണിനെ തേടി അവൻ്റെ ഓഫീസിലായിട്ട് വരും. എന്നിട്ട് പറയും എനിക്കാണെങ്കിൽ നിങ്ങളുമായിട്ട് ഡീൽ അടിക്കണം, വേഗം തന്നെ ഇവിടോട്ട് വാ എന്ന്. അവിടേക്ക് നമ്മുടെ ഗുവോൺ എത്തും. അപ്പോൾ ഈ ലേഡി ആണെങ്കിൽ ഗുവോണിൻ്റെ അടുത്ത് പറയും എനിക്ക് ഇത്രയും പണത്തിൻ്റെ യാതൊരു ആവശ്യമില്ല, ഞാനാണെങ്കിൽ 10 വർഷം മുന്നേ ഒരു തെറ്റാണ് ചെയ്തത്, ഞാനിപ്പോൾ അക്കാര്യത്തിൽ നല്ലതുപോലെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, എനിക്ക് ജീവിച്ചാൽ മാത്രം മതി, ഈ പൈസ നിങ്ങൾ തിരിച്ചെടുത്തോ എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ഗുവോൺ നല്ലതുപോലെ ദേഷിക്കും. അവൻ്റെ കണ്ണൊക്കെ റെഡായിട്ട് അവനാണെങ്കിൽ ആ ലേഡി അടുത്ത് പറയും നിങ്ങൾ എന്തോ എന്നെ
എന്നെ കണ്ടിട്ട് ഏഞ്ചൽ ആണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചേക്കുന്നത്? ഞാനൊരു ഡീമനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ സഹായിക്കത്തില്ല എന്ന് പറഞ്ഞ് അവൻ വേഗം തന്നെ അവരുടെ ജീവൻ അങ്ങ് എടുക്കും. അവരെങ്ങനെ വേഗം ഹെല്ലിലോട്ടും പോകും. സത്യം പറഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ ഡൂഹി കണ്ടുകൊണ്ട് നിൽക്കുമായിരുന്നു. അവൾ നല്ലതുപോലെ പേടിച്ചു. പെട്ടെന്ന് തന്നെ അവൾ ശ്രദ്ധിക്കും, അതായത് ആ ക്ലോക്കിനകത്ത് ഇവരുടെ പേരിലുണ്ടായിരുന്ന ആ ക്ലോക്കില്ലേ അതങ്ങ് മാഞ്ഞു പോയത്. അപ്പോൾ അവൾക്ക് മനസ്സിലാവും, അതായത് ഗുവോൺ ആണെങ്കിൽ ഇത്രയും ആൾക്കാരുമായിട്ട് ഡീലടിച്ച് വെച്ചേക്കുക എന്ന്. വേഗം തന്നെ നമ്മുടെ ഡൂഹി പേടിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. നമ്മുടെ ഗുവോൺ ആണെങ്കിൽ പാർക്കിനടുത്ത് സംസാരിക്കാൻ വരുന്ന പാർക്ക് പറയും, അതായത് ഡൂഹി ഇത്രയും നേരം നിൻ്റെ ഓഫീസിലുണ്ടായിരുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഗുവോണും ഷോക്കാകും. വേഗം തന്നെ നമ്മുടെ ഡൂഹി ആ ഫൗണ്ടേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരായിട്ട് നമ്മുടെ ചാൻ നിൽക്കുമായിരുന്നു. അവൻ ചോദിക്കും എന്ത് പറ്റിയെന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗുവോണും ഡൂഹിയുടെ പുറകെ ആയിട്ട് വരും. ഗുവോണിനെ കാണുന്നേ നമ്മുടെ ഡൂഹി അങ്ങ് പുറകിലോട്ട് മാറും. അവളിപ്പോൾ നല്ലതുപോലെ പേടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാൻ പറയും, നീ വിഷമിക്കേണ്ട, എൻ്റെ കൂടെ വാന്ന് പറഞ്ഞിട്ട് അവൻ വിളിച്ചിട്ട് പോകും. നമ്മുടെ ഗുവോൺ ഇപ്പോൾ നല്ല സങ്കടത്തിലായിരുന്നു. ഡൂഹി നല്ലതുപോലെ വിഷമിച്ചിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വിചാരിച്ചതുപോലെ നല്ലല്ലോ ഇപ്പോൾ അവളുടെ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ചാൻ പറയും, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും അടിയായോ, നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടോ, അതെല്ലാം നിങ്ങൾ ക്ലിയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ഉപദേശിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഗുവോൺ ആണെങ്കിൽ ആ തൊപ്പി വെച്ച് എഴുതിയിട്ട് വന്നിട്ട് സംസാരിക്കുന്നതാണ്. അവിടെ അവൻ പറയും, എനിക്കിപ്പോൾ നിങ്ങൾ പറഞ്ഞത് മനസ്സിലായി, എനിക്കൊരിക്കലും ഡൂഹിനെ ഹാപ്പി ആയിട്ട് വെക്കാൻ പറ്റത്തില്ല, ഞാൻ തന്നെയാണ് അവളുടെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നമെന്ന്. അങ്ങനെ നമ്മുടെ ഗുവോൺ ആണെങ്കിൽ വൈകുന്നേര സമയത്ത് നമ്മുടെ ഡൂഹിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അങ്ങനെ ഇവർ രണ്ടുപേരും സ്ട്രീറ്റിൽ കൂടി നടക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ ഡൂഹി പറയും, നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കണം എന്ന്. പെട്ടെന്ന് നമ്മുടെ ഗുവോൺ പറയും, എനിക്ക് എന്തായിരുന്നാലും ഇനി അതിന് സാധിക്കത്തില്ല, നീ എന്തായിരുന്നാലും നിന്നെ ഈ ഒരു ഹെല്ലിൽ നിന്ന് റിമൂവ് ആക്കിയേ പറ്റത്തുള്ളൂ, നീ സന്തോഷമായിട്ടിരിക്കണമെന്ന് പറഞ്ഞ് ഗുവോൺ അവിടെ നിന്നങ്ങ് പോവും. നമ്മുടെ ഡൂഹിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവത്തില്ല. അവളാണെങ്കിൽ വേഗം തന്നെ തിരിഞ്ഞു നോക്കും. എന്നാൽ അവിടെയെങ്കിലും നമ്മുടെ ഗുവോൺ ഇല്ലായിരുന്നു. അവന് നല്ല സങ്കടത്തിലാണ്. അവനിപ്പോൾ അവളുടെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചത് അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അവൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് കണ്ടിട്ടാണ്. ഇത് കാണുന്നേ നമ്മുടെ ഡൂഹി അവിടെ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.